സാറിനോട് എന്ത് പേഴ്സണലായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു മുന്നേ ദേ അവിടെയുണ്ട്. സാർ പോയി സംസാരിക്കണം. എന്നെ എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? അന്ന് എൻ്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി നീ ചെയ്ത കൊല ഞാൻ ഏറ്റെടുത്തു. ഇപ്പൊ എൻ്റെ അമ്മ എന്നെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ കൊടുത്ത കാശ് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്ത ത്യാഗം അർത്ഥമില്ലാതായിപ്പോയി സാറേ. ഇനി എൻ്റെ അമ്മ ജീവിച്ചിരിക്കണമെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച കാശ് തിരിച്ച് അമ്മയുടെ കയ്യിൽ കൊടുക്കു സാറേ. ഇത് പറയുന്നതിന് വേണ്ടിയാ എന്നെ തൂക്കിലേറ്റുന്നതിന് മുമ്പ് നിങ്ങളെ കാണുമെന്ന് പറഞ്ഞ്. പക്ഷെ എനിക്കൊന്ന് മനസ്സിലായി സാറേ, കാശുണ്ടായ മതി സാറേ. എത്ര വലിയ തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തവർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അന്ന് ഞാൻ പറഞ്ഞതല്ലേ, നിന്നെ കൊണ്ട് തന്നെ ഞാൻ കുറ്റമേറ്റ് പറയിപ്പിക്കുന്നു. നിന്നെ അന്ന് ഷൂട്ട് ചെയ്തപ്പോ തന്നെ എന്റെ കളി ഞാൻ തുടങ്ങിയതാ. നിന്നെ കെട്ടിത്തൂക്കി അന്ന് തന്നെ നിന്റെ ബെഡ്റൂമിൽ ഞാനൊരു ക്യാമറ ഫിക്സ് ചെയ്തിരുന്നു. ആക്സിഡന്റിന് ശേഷം ഡോക്ടറെ കൊണ്ട് നിന്റെ അടുത്ത് കള പറയിപ്പിച്ചു. എനിക്ക് എണീക്കാൻ പോലും കഴിയില്ലെന്ന് അദ്ദേഹം നിന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. അതിനുശേഷമാണ് വീൽ ചെയറിൽ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുന്നത്, സെന്റിമെന്റലായി സംസാരിച്ചത്. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് നീ വിശ്വസിച്ചു, അത്രേ ഉണ്ടായുള്ളൂ. പക്ഷെ നിന്റെ വായിൽ നിന്ന് സത്യങ്ങളൊക്കെ എങ്ങനെ പുറത്തു വന്നപ്പോ നിനക്ക് മനസ്സിലായില്ലേ? നീ ഉണ്ടാക്കിയ ആക്സിഡന്റ് തന്നെയാ നിന്റെ കഥയ്ക്കൊരു ക്ലൈമാക്സ് ഉണ്ടാക്കാൻ എന്നെ സഹായിച്ചത്. ഞാൻ റെക്കോർഡ് ചെയ്ത മൊത്തം ഫുട്ടേജും ഗവർണർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് മുന്നയുടെ മരണശിക്ഷ റദ്ദ് ചെയ്യുന്നതിനുള്ള ഗവർണറുടെ ഓർഡർ. ഇത് കോർട്ട് നിനക്കെതിരെ ഇഷ്യൂ ചെയ്ത അറസ്റ്റ് വാറണ്ട്. ഈ കളി എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ട് നിങ്ങൾ കളിച്ചത്. അങ്ങനെയല്ലേ വേണ്ടത്. ഇമേജ് നിലനിർത്താൻ വേണ്ടി നീ ഒരു കൊലപാതകം ചെയ്തു. പക്ഷെ സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഞാൻ ക്രൈം ചെയ്തും കൊലയാളിയെ കണ്ടെത്താൻ കഴിയുന്നത് നിന്നിൽ നിന്നാ പഠിച്ചത്. ഈ കളിയില് നിങ്ങൾ ജയിച്ചെന്നാണ് വിചാരിക്കുന്നേ? പിന്നെ നിങ്ങൾ ന്യായത്തെ മാത്രമേ രക്ഷിച്ചുള്ളൂ സാർ. സാർ എപ്പോഴും ഒരു കാര്യം പറയാറില്ലേ, എന്റെ മരണം 360 ഡിഗ്രിയിൽ കാണിച്ചു തരാന്ന്. ഇതുപോലൊരവസ്ഥ എനിക്ക് ഉണ്ടാകാതിരിക്കാനാ എന്റെ മരണം ഞാൻ പോക്കറ്റിൽ തന്നെ ഇട്ട് കറങ്ങിക്കൊണ്ട് നടക്കുന്നു സാർ. എനിക്ക് ജീവനുള്ളിടത്തോളം എന്റെ ഇമേജ് ആർക്കും തകർക്കാനാവില്ല സാർ.